നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ പറയുന്നതായിരിക്കും. നമ്മൾ പുതുതായി തുടങ്ങിയിരിക്കുന്ന വാട്സപ്പ് ചാനലിന്റെ ലിങ്കും ഇൻസ്റ്റഗ്രാമിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ദയവായി ഒന്ന് നോക്കുക. അതുമാത്രമല്ല, ഇവിടെ ഈ വായന കാണുമ്പോൾ നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടുള്ള ചിന്താഗതിയോട് കൂടി വേണം നിൽക്കുവാനായിട്ട്. തുടക്കം മുതൽ അവസാനം വരെയും കഴിവതും കാണുവാനായി ശ്രമിക്കുക. കഴിവതും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താനായി ശ്രദ്ധിക്കുക. പുതിയതായി കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് പോകാം. ഒടുവിൽ നിങ്ങൾക്ക് വേണ്ടി ഈ വ്യക്തി ആ പ്രധാനപ്പെട്ട തീരുമാനം എടുത്തിരിക്കുന്നു. എന്താണ് ആ തീരുമാനം? അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇന്നത്തെ ഊർജ്ജത്തിൽ കാണാൻ സാധിക്കുന്നത്, എവിടെ പോയാലും നിങ്ങളോട് തോന്നിയിട്ടുള്ള ആ ഒരു സ്നേഹവും പരിഗണനയും ഈ വ്യക്തിക്ക് മറ്റാരോടും തോന്നുന്നില്ല എന്നുള്ളതാണ് പ്രപഞ്ച സത്യം. നിങ്ങളോട് എപ്പോഴും നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നും നിങ്ങളുമായി സമയം ചെലവഴിക്കണം എന്ന ആ ഒരു ഇഷ്ടമാണ്, അല്ലെങ്കിൽ അതിനോടൊരു ആർത്തിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ആർത്തി എന്ന് പറയുന്നത് നിങ്ങളോട് അത്രയും ആകർഷണം ഈ വ്യക്തിക്കുണ്ട്, താല്പര്യവും ഉണ്ട്. ഇവിടെ പല സ്ത്രീകളുടെ നെഗറ്റീവ് എനർജിയാണ് നമുക്ക് ഏറെ കൂടുതൽ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് അനുകൂലമായി പ്രതികരിച്ച് നിങ്ങളോടൊപ്പം നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കേണ്ടതിന് പകരം ഈ വ്യക്തി നിങ്ങളോട് നീതികേട് കാണിച്ചു. നിങ്ങളെ മാറ്റി നിർത്തി, കുറ്റക്കാരിയാക്കി അല്ലെങ്കിൽ കുറ്റക്കാരനാക്കി, തെറ്റായ വ്യക്തി എന്ന് മുദ്രകുത്തി. ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തിയിൽ വന്നിട്ടുള്ള ഇത്രയും പ്രധാനപ്പെട്ട മാറ്റം ഒരു തരത്തിലും നിങ്ങൾക്ക് വിശ്വസിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഇതിന്റെ പിന്നിൽ ആരാണ് മോശമായി പ്രവർത്തിക്കുന്നതെന്നും അല്ലെങ്കിൽ മറ്റാരുടെയോ മോശപ്പെട്ട പ്രാർത്ഥനയുടെയോ പ്രവൃത്തിയുടെയോ ഫലമായിട്ടാണോ ഈ വ്യക്തി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ള ചിന്തകളും നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിൽ വരുന്ന പല കാര്യങ്ങളും സത്യമായി വരുന്നതായി നമുക്കിവിടെ കാണാം. ഒരുപക്ഷെ നിങ്ങളുടെ ജ്ഞാനദൃഷ്ടി അത്രയും അധികം പവർഫുൾ ആയിരിക്കാം. ഒരുപാട് മെഡിറ്റേഷനും ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതുമായി മുന്നോട്ട് പോകുന്ന ഒരു പറ്റം വ്യക്തികളെയാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങൾ ആത്മീയമായി വളരെയധികം ഉയർന്ന നിലയിലാണ് കാണപ്പെടുന്നത്. പുറമെ നിന്ന് നോക്കുന്ന വ്യക്തിക്ക് നിങ്ങളിൽ യാതൊരു പ്രത്യേകതയും കാണുന്നില്ലായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള മാറ്റങ്ങൾ, നിങ്ങളുടെ ആത്മാവിനും ചിന്തകൾക്കും ശരീരത്തിനും പ്രവൃത്തികൾക്കും വന്നിട്ടുള്ള വ്യതിയാനങ്ങൾ നിങ്ങൾക്ക് ഓരോന്നായി എണ്ണി എണ്ണി പറയുവാൻ സാധിക്കും. ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾ വളരെയധികം ആത്മബലത്തോടു കൂടി തന്നെയാണ് നിൽക്കുന്നത്. തകർന്നു വീഴാനോ വിഷമിക്കാനോ വ്രണപ്പെടാനോ നിങ്ങൾ താല്പര്യപ്പെടുന്നില്ല. പക്ഷേ ഈ വ്യക്തി നിങ്ങളെ തരം താഴ്ത്തിയ ആ ഒരു നിമിഷം, അല്ലെങ്കിൽ തള്ളിപ്പറഞ്ഞ ആ ഒരു സാഹചര്യം, അതിനെ നിങ്ങൾക്ക് ഒരു കാരണവശാലും മറന്നു കളയാൻ സാധിക്കില്ല. കാരണം അത്രയും അധികം നിങ്ങൾ ഈ വ്യക്തിയുടെ കൂടെ നിന്നിട്ടുണ്ട് പല കാര്യങ്ങൾക്കും. അത്രയും പ്രോത്സാഹിപ്പിച്ചും ഈ വ്യക്തിയിൽ പരിപൂർണമായിട്ടും സമർപ്പണം ചെയ്ത് അർപ്പണബോധത്തോടു കൂടിയാണ് നിങ്ങൾ ഈ ബന്ധത്തിൽ നിന്നിട്ടുള്ളത്. ഇവിടെ തീർത്തും ഒരു ചീറ്റിംഗ് ആണോ എന്ന് ചോദിച്ചാൽ അതെ എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ ഈ വ്യക്തിയുടെ ഭാഗം പറയുന്നത് നിവർത്തികേട് കൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത് എന്നാണ്. തീർത്തും നിങ്ങളുടെ കൂടെ ഈ വ്യക്തി ഉണ്ടാകും എന്ന് വിചാരിച്ചിരുന്ന ഏതോ ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നു പോയതായിട്ടാണ് കാണപ്പെടുന്നത്. ഒരുപക്ഷെ നിങ്ങളെ അത്രയും അധികം തള്ളിപ്പറഞ്ഞിട്ടാണ് ഈ വ്യക്തി ദൂരേക്ക് നീങ്ങിയിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ നമ്മൾക്ക് കാണാൻ കഴിയുന്നത്, ഈ വ്യക്തിക്ക് പല മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരുത്തുന്ന രീതിയിലുള്ള അനാവശ്യ ബന്ധങ്ങളും വ്യക്തികളും വന്നു ചേർന്നതായി കാണിക്കുന്നു. അനുഗ്രഹം എന്ന് വിചാരിച്ച പല കാര്യങ്ങളും ശാപമായി തീർന്നിരിക്കുന്നു. നല്ലത് എന്ന് വിചാരിച്ച പല ബന്ധങ്ങളും ഇപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടും ബാധ്യതയുമായി വരുന്നു.
ഇത് നിങ്ങളുടെ മനസ്സ് വേദനിച്ചതിന്റെ പ്രതിഫലമായിട്ട് ഈ വ്യക്തിക്ക് കിട്ടിയിരിക്കുകയാണ് എന്ന് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നു. അതുമാത്രമല്ല, സമൂഹത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തയുണ്ട്. നിങ്ങളുടെ വീട്ടുകാരെക്കുറിച്ചും നിങ്ങൾ വളർന്നു വന്ന സാഹചര്യത്തെക്കുറിച്ചും നിങ്ങളുടെ അഭിമാനത്തെക്കുറിച്ചും പവിത്രതയെക്കുറിച്ചും നിങ്ങൾക്ക് ചിന്തയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനോട് നേർക്കുനേർ പോരാടാനോ പൊരുതാനോ ചോദ്യങ്ങൾ ചോദിക്കാനോ ഉത്തരം മുട്ടിക്കാനോ ഈ വ്യക്തിയുടെ പുറകെ പോകാനോ പിണങ്ങാനോ വാശി പിടിക്കാനോ ഒന്നിനും നിങ്ങൾ തയ്യാറാകുന്നില്ല. കാരണം നിങ്ങളെല്ലാം തന്നെ വളരെയധികം നയതന്ത്രത്തിലൂടെയാണ് പോകുന്നത്. മറ്റാരെയും വേദനിപ്പിക്കാൻ നിങ്ങൾക്കാവില്ല. അത്രയും ലോല ഹൃദയരാണ് നിങ്ങൾ. പക്ഷേ ഇതിനോടകം മറ്റു പലവരും നിങ്ങളെ വേദനിപ്പിച്ചും കുത്തിനോവിപ്പിച്ചും പറ്റിച്ചും ഒക്കെ പോയിട്ടുണ്ട്. പക്ഷെ അവരാരും ഗതി പിടിച്ചിട്ടില്ല എന്നുള്ള സത്യം മറ്റൊരു കാര്യമാണ്, അല്ലെങ്കിൽ മറ്റൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെ എനിക്ക് കാണാൻ കഴിയുന്നത് നിങ്ങൾ ഇപ്പോഴും ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ വ്യക്തി നിങ്ങളിലേക്ക് വരണമെന്നും നിങ്ങൾക്ക് നേരെ അനുയോജ്യമായിട്ടുള്ളൊരു തീരുമാനം എടുക്കണമെന്നും എന്നുള്ളത് നിങ്ങളുടെ ആവശ്യമാണ്. ഈ വ്യക്തിയുടെ ആവശ്യം തന്നെയായിരുന്നു. പക്ഷെ ഏതോ ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തിക്ക് മാറ്റിച്ചവിട്ടേണ്ടി വന്നു, അല്ലെങ്കിൽ വേറൊരു ദിശയിലേക്ക് സഞ്ചരിക്കേണ്ടി വന്നു. അതൊരു പക്ഷെ നിങ്ങൾക്ക് നേരിടാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറമുള്ള ഒരു അവഗണനയായിരിക്കാം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകുന്നത്. ഇവിടെ നല്ല രീതിയിൽ തന്നെ നിങ്ങളെ ഒരു ഐശ്വര്യമുള്ള വ്യക്തിയായിട്ടാണ് ഈ പേഴ്സൺ കാണപ്പെടുന്നത്. അതുമാത്രമല്ല, നിങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നപ്പോൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായ പലതരത്തിലുള്ള മാറ്റങ്ങൾ അത് പറഞ്ഞറിയിക്കാനാകില്ല എന്നുള്ളത് മറ്റൊരു സത്യം. ഇവിടെ ഒരു പൂർവാധികം ശക്തിയോടുകൂടി ഈ വ്യക്തി തിരിച്ചു വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു അനുയോജ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട തീരുമാനം എന്ന് പറയുന്നത് നിങ്ങളുമായിട്ടുള്ള ഒത്തൊരുമിക്കൽ തന്നെയാണ്. പക്ഷെ നിങ്ങളുടെ സ്ഥാനത്ത് ഇപ്പോൾ വേറെ ഏതോ ഒരു വ്യക്തിയെയാണ് കാണുന്നത്. ഒരുപക്ഷെ ഈ വ്യക്തിയുടെ സുഹൃത്തായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന തേർഡ് പാർട്ടി ആയിരിക്കാം. അവരെ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും കളയേണ്ടത് അല്ലെങ്കിൽ പുറന്തള്ളപ്പെടുത്തേണ്ടത് ഈ വ്യക്തിയുടെ മാത്രം കടമയാണ്. കാരണം നിങ്ങളുടെ സ്ഥാനത്ത് മറ്റൊരു വ്യക്തിയെ സമർപ്പിച്ചത് ഈ വ്യക്തി തന്നെയാണ്. അത് നിങ്ങളോടൊരു വാക്കുപോലും പറയാതെയും തീർത്തും അവഗണിപ്പിക്കുന്ന രീതിയിലാണ് നിങ്ങളെ മാറ്റിവെച്ചിട്ട് മറ്റൊരു വ്യക്തിയെ കയറ്റിയത്. തീർത്തും അത് യുക്തിക്ക് നിരക്കാത്തതും ദൈവത്തിന് നിരക്കാത്തതും തന്നെയാണ്. അത് പിന്നീടുള്ള മുന്നോട്ടുള്ള പ്രയാണങ്ങളിൽ ഈ വ്യക്തിക്ക് അത് മനസ്സിലാവുകയും ചെയ്തു. എന്തു തന്നെ ആയെങ്കിലും ഈ വ്യക്തി ഇപ്പോൾ വളരെയധികം വിഷമത്തിലാണ്. പൂർവാധികം ശക്തിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും അത് വിഷമം കൊണ്ടും നിരാശ കൊണ്ടും ചോർന്നു പോകുന്നു എന്നുള്ളതാണ് സത്യം. എന്തൊക്കെയാണെങ്കിൽ പോലും ഈ വ്യക്തിയെ നിങ്ങൾ നേരിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു തരത്തിലും വഴക്കോ വിദ്വേഷമോ ദേഷ്യമോ വൈരാഗ്യമോ കാണിക്കുവാൻ സാധിക്കില്ല. കാരണം നിങ്ങളുടെ മനസ്സ് അത്രയും നിർമ്മലമായ മനസ്സാണ്. പക്ഷെ നിങ്ങൾക്കറിയാം എന്നെങ്കിലും ഈ വ്യക്തി നിങ്ങളെ തേടി വരും എന്നുള്ള സത്യം. അവിടെയാണ് നിങ്ങളുടെ സ്നേഹം വിജയിക്കുന്നത്, സത്യസന്ധമായ സ്നേഹത്തിന്റെ വിജയം. ഇവിടെ വളരെയധികം സന്യാസയോഗം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ രണ്ടുപേരും. നിങ്ങൾക്കാണെങ്കിൽ ഇതിൽ നിന്ന് പുറത്തേക്ക് കടക്കാനാകുന്നില്ല. പക്ഷെ ഇതുമായി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകുന്നു. മറ്റാരെന്ത് ചോദിച്ചാലും നിങ്ങളുടെ പങ്കാളിയുടെ സ്ഥാനത്ത് ഈ വ്യക്തിയെയാണ് നിങ്ങൾ പറയുന്നത്. പക്ഷെ നിയമപരമായിട്ടോ മറ്റുള്ളവരുടെ മുന്നിലോ യാതൊരു തരത്തിലും നിങ്ങൾ ഒന്നായിട്ടില്ല. പക്ഷെ നിങ്ങളുടെ മനസ്സിന്റെ ആ ഒരു സ്ഥാനം, പകുതി സ്ഥാനം ഈ വ്യക്തിക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ വ്യക്തിയാണെങ്കിൽ അങ്ങേയറ്റം പശ്ചാത്താപത്തോടു കൂടി ഇരിക്കുകയാണ്. പക്ഷേ സത്യമേത് മിഥ്യയേത് കള്ളമേത് എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്കും ഈ വ്യക്തി വരുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ എല്ലാവരുടെ മുന്നിൽ അപമാനിതനായി നിൽക്കുന്നത് നിങ്ങളല്ല, ഈ വ്യക്തി തന്നെയാണ്. ഈ വ്യക്തി തോറ്റുപോയിട്ടുണ്ട് നിങ്ങളുടെ മുന്നിൽ, നിങ്ങളുടെ സ്നേഹത്തിന്റെ മുന്നിൽ. ഇവിടെ ഒരു ജഡ്ജ്മെന്റ് എനർജിയാണ് നമുക്ക് ഈ ഒരു പ്രണയബന്ധത്തിൽ കാണാനാകുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നിക്കുവാനായി കുറച്ചും കൂടെ സമയമെടുക്കും എന്നുള്ളത് ഒരു വ്യക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഒരുപക്ഷെ ഒരുപാട് പാഠങ്ങൾ ഈ വ്യക്തി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ടാകാം, ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതായിട്ടും ഉണ്ടാകാം. എന്നാൽ മാത്രമേ വിജയകരമായിട്ടുള്ള ഒരു ബന്ധം പൂവണിയാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് വേണ്ടി ആ ഒരു തീരുമാനം ഈ വ്യക്തി എടുത്തിരിക്കുന്നു എന്നുള്ളത് സത്യമായ കാര്യം. ഇവിടെ ഒരു യാത്രയെ സൂചിപ്പിക്കുന്നുണ്ട്.
യാത്ര എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു യാത്രയായിട്ട് കാണിക്കുന്നു. ഒരുപക്ഷെ ജോലി സംബന്ധമായിട്ട് എവിടേക്കെങ്കിലും ദൂരേക്ക് പോകുന്നതോ അതിലൂടെ നിങ്ങളെയും കൂടി കൊണ്ടുപോകാനുള്ള പദ്ധതിയായിരിക്കാം. അല്ലെങ്കിൽ മറ്റെവിടേക്കെങ്കിലും സെറ്റിൽഡ് ആകുന്നതിനെ കുറിച്ചായിരിക്കാം. എന്ത് തന്നെ ആയാലും ഒരു യാത്രയെ പ്രധാനമായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട്. ആ യാത്ര എന്ന് പറയുന്നത് ഏറ്റവും വിലപ്പെട്ടത് തന്നെയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഒരുപക്ഷെ നിങ്ങൾക്ക് വാക്ക് തന്നിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം പണ്ട്. അത് പിന്നീട് കുഴിച്ചു മൂടപ്പെട്ടു, അല്ലെങ്കിൽ എവിടേക്കോ മൺമറഞ്ഞു പോയി. പക്ഷെ ഇപ്പോൾ അത് വീണ്ടും പുറത്തേക്ക് വരുന്ന ഒരു രീതിയാണ് കാണിക്കുന്നത്. ഈ വ്യക്തി പല വാഗ്ദാനങ്ങളും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതൊന്നും ഈ വ്യക്തി പാലിച്ചിട്ടില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. പക്ഷേ അതിൽ ഒന്നെങ്കിലും പാലിക്കണം എന്നുള്ള വാശിയിലാണ് ഈ വ്യക്തി ഇപ്പോൾ ഉള്ളത്. ഈ വ്യക്തി ചെയ്ത തെറ്റുകൾക്ക് ഈ വ്യക്തി തന്നെ പ്രായശ്ചിത്തം ചെയ്യണം എന്നുള്ള ഒരു മനോഭാവമാണ് ഈ വ്യക്തിക്കുള്ളത്. ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ അത് തന്നെയാണ് സത്യം, അത് തന്നെയാണ് യാഥാർത്ഥ്യം. നിങ്ങൾ യാതൊരു കാരണവശാലും ഈ വ്യക്തിയോട് മാപ്പ് പറയേണ്ടതില്ല. ഈ വ്യക്തി തന്നെയാണ് സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കി നിങ്ങളോട് മാപ്പ് ചോദിക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ഹൃദയം ശുദ്ധീകരിക്കുക, ഈ വ്യക്തിക്ക് മാപ്പ് കൊടുക്കുക. ഇതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തു തന്നെ ആയാലും നിങ്ങളുടെ പ്രാർത്ഥന അതിഭീകരമായിട്ടുള്ള പ്രാർത്ഥന തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ വ്യക്തിക്ക് നേർക്ക് നിങ്ങൾക്കൊന്നും ചെയ്യാനാകില്ല, നിങ്ങളുടെ മനസ്സ് അനുവദിക്കില്ല. എന്നും നന്മയ്ക്കായി പ്രാർത്ഥിക്കാൻ മാത്രമേ നിങ്ങളെ കൊണ്ട് സാധിക്കുകയുള്ളൂ. ഇത്രയുമാണ് നമുക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്ന ഊർജം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.